ഇത് കണ്ടോ, ഇതെൻ്റെ ഒരു ഫെംബറൈറ്റിയുടെ ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നതാണ്, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നതാണ്. അതിൻ്റെ മദർ പ്ലാന്റ് ആയിരുന്നു അത്. അതിൽ നിന്ന് ഒരു ചെറിയൊരു തൈ മാറ്റി കുഴിച്ച് വെച്ചായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു വെൽവെറ്റ് പ്ലാന്റ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. അതായത് കറക്റ്റ് നല്ല വെൽവെറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ 2 ഉള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോയി. അതെന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. ഇത് കാണാൻ നല്ല രസമുണ്ട് ഈ പ്ലാന്റ്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഇലയിലൊക്കെ ചെറിയൊരു വെള്ളപ്പാടുപാടായിട്ട് ഉള്ള ഒരു വെറൈറ്റി. അത് പക്ഷേ അത്രയും സോഫ്റ്റ് അല്ല. അത് ഇലയിലൊക്കെ പിടിക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പുണ്ട്. ഇത് നമ്മുടെ ഒരു സ്നേക്ക് പ്ലാന്റാണ്. അതും അത്യാവശ്യം വലുതായി തൈകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതും കാണാൻ നല്ല രസമാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ടൊക്കെ അത് വയ്ക്കാം. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ. പക്ഷെ നമ്മുടെ കയ്യിലിപ്പം ഈ ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതാകുമ്പം എൻ്റെ ഒരു ബോൺസായിയാണ്. ഈ ബോൺസായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിളുത്ത് നിന്നിരുന്നായിരുന്നു. ഇടയ്ക്കൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഇതിൻ്റെ വേരൊക്കെ ചട്ടിയിൽ നിന്ന് വെളിയിലിറങ്ങി കണ്ടമാനം വളർന്ന് വല്ലാതെ ആയിപ്പോയി. ഇപ്പം ഞാനത് നല്ലൊരു പരിപാലിച്ചെടുത്തേക്കാമെന്ന് വെച്ച് അതിൻ്റെ ശാഖകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് പുതിയ തളിരുകളൊക്കെ വന്നു. അതിൻ്റെ ഒരു കമ്പ് കുഴിച്ച് വെച്ചതാണ്. അത് കിളുക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയത്. പക്ഷെ അതും കിളുത്ത് കയറുന്നുണ്ട്. ഇനിയിപ്പം ബോൺസായി ആക്കി നന്നായിട്ട് എടുക്കണം. അതിൻ്റെ ശാഖകളെല്ലാം വലുതായി കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ കമ്പൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ബോൺസായി ഒക്കെ കാണാൻ ഭയങ്കര ഷോ ഉള്ളൊരു ചെടിയല്ലേ.